أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله ربي عليه توكلت നിഅമൽ മൗലാ വനിഅമൻ നസീർ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ദുഃഖങ്ങളിൽ നിന്ന് മനസ്സിന് ആശ്വാസവും പരാജയങ്ങളിൽ നിന്ന് ജീവിത വിജയവും നൽകുന്ന ലോകാധിനാഥനായ റബ്ബിനെ, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചും അവൻ നിഷിദ്ധമാക്കിയ എല്ലാം ജീവിതത്തിൽ നിന്ന് തിരസ്കരിച്ചും മുത്തക്കിയായി മാറാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. കരുണാമയനും കരുണാനിധിയുമായ പടച്ച തമ്പുരാൻ ജീവിതത്തിൽ ഉന്നതിയും ഉയർച്ചയും നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ നിസ്സഹായരും നിരാലംബരുമായ നിരവധി പേർ നിരന്തരമായി നമ്മളോട്, നാഥനോട് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. അള്ളാഹു അവരെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ കടബാധിതരുണ്ട്, രോഗബാധിതരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മനസ്സമാധാനമില്ലാത്തവരുണ്ട്. പടച്ച തമ്പുരാൻ സമൃദ്ധിയും സൗകര്യവും സമ്പത്തുമെല്ലാം നൽകി അവരെ എല്ലാവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മൺമറഞ്ഞുപോയ മക്കൾ, ഇണകൾ, വിടപറഞ്ഞുപോയ കൂടപ്പുറപ്പുകൾ, കൂട്ടുകാർ, കുടുംബക്കാർ എല്ലാവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരും നിർബന്ധ കർമ്മങ്ങൾ നിർബന്ധപൂർവം അനുഷ്ഠിക്കുന്നവരുമായ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ദുർബലരും പാപികളുമായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കടുത്ത ചൂടിൽ നിന്ന് കനത്ത മഴയിലേക്ക് കാലാവസ്ഥ മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. കൊടിയ ചൂടിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് മഴ കൊണ്ട് സമാധാനം നൽകിയ പടച്ച തമ്പുരാൻ ഈ മഴയും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുമാറാകട്ടെ. താങ്ങാനാവാത്ത കെടുതികളിൽ നിന്ന്, അപായങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ആ കൂട്ടത്തിലും നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ താമസിക്കുന്നത് ഒരു കടലോര മേഖലയിലാണ്. അവിടെ തീരപ്രദേശത്ത് താമസിക്കുന്ന കുറേയേറെ കുടുംബങ്ങൾ എല്ലാ വർഷവും അവരുടെ സകല സാധന സാമഗ്രികളും എടുത്ത് വീട്ടിലുള്ള വൃദ്ധന്മാരെയും കുട്ടികളെയും ഒക്കെ എടുത്ത് അഭയാർത്ഥി ക്യാമ്പുകളെന്ന് പറയപ്പെടുന്ന സർക്കാർ വിദ്യാലയങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും മാറുകയും അതോടുകൂടി ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ സ്വകാര്യതകളും നഷ്ടപ്പെട്ട് മറ്റു കുടുംബങ്ങളോടൊപ്പം പെൺമക്കളുമൊക്കെയായി സ്കൂളിൻ്റെ ബെഞ്ചിലും തറയിലുമൊക്കെ കിടക്കുന്ന സന്നദ്ധ സംഘടനകളും സർക്കാരും നൽകുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ശൗചാലയവും ശുചിത്വവുമൊക്കെ വലിയ പ്രയാസമായി കൊണ്ട് യാതന അനുഭവിക്കുന്നത് സ്ഥിരം കാണാറുണ്ട്. അതുപോലെ തന്നെ പത്രത്തിൽ കുത്തിയൊലിച്ചു പോയ വീടുകളെക്കുറിച്ചും അതുപോലെ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ നാടുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അത്തരത്തിലുള്ള ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തരാതെ ചെറിയ ചെറിയ വിഷമങ്ങൾ മാത്രം അനുഭവിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹത്തെക്കുറിച്ച് അതിനെ മറന്ന് സംസാരിക്കാനോ അതല്ലെങ്കിൽ പാടില്ലാത്തത് സംസാരിക്കാനോ ഒരിക്കലും സംഭവിച്ചു പോകരുത് എന്ന് കൂടി
സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്ന് മാത്രമല്ല, മഴ ചിലപ്പോൾ തീവ്രതയിലാകുമ്പോൾ അതിൻ്റെ കെടുതിയിൽപ്പെടുന്ന കുറെ സഹോദരങ്ങൾ ഉണ്ടാകും. വെള്ളക്കെട്ടിൽ പെട്ടുപോകുന്നവർ നമ്മുടെ അയൽപക്കങ്ങളാകാം, ബന്ധുക്കളാകാം, നാട്ടുകാരാകാം. അത്തരം സന്ദർഭങ്ങളിൽ കാഴ്ചക്കാരായി നിൽക്കാതെ, അഭിപ്രായം രേഖപ്പെടുത്തി മടങ്ങിപ്പോകുന്നവരാകാതെ, മറിച്ച് ആ പ്രയാസം പരിഹരിക്കൽ എൻ്റെ ബാധ്യതയാണെന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായി മാറാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. പ്രയാസം അനുഭവിക്കുന്നവന്റെ ഒരു പ്രയാസത്തിന് നിങ്ങൾ പരിഹാരമുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കുളിർമ മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾ എളുപ്പമാക്കി തരിക കൂടി ചെയ്യും പടച്ച തമ്പുരാൻ. അതുപോലെ തന്നെ ചിലപ്പോ തൊഴിലിന് പോലും പോകാൻ കഴിയാത്ത സാധുക്കളാണെങ്കിൽ അവരുടെ ഭക്ഷണവും അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണവുമൊക്കെ നമ്മുടെ ബാധ്യതയാണ് എന്നതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമുക്കറിയാം, ലൈസ മിന്നാ മൻ ബാത ശഅബാൻ വജാറുഹു ജാഇഉൻ ഇൻദ ജാനിബിഹി. പ്രിയമുള്ളവരെ, തന്റെ അയൽവാസി പട്ടിണി തിന്നുമ്പോ വയറ് നിറച്ച് തിന്നുന്നവൻ, അയൽവാസി പട്ടിണി തിന്നുമ്പോ വയറ് നിറച്ച് തിന്നുന്നവൻ, തിന്നുറങ്ങുന്നവൻ എന്നിൽ പെട്ടവനെയല്ല എന്ന പ്രവാചക വചനം ഈ സന്ദർഭത്തിൽ വീണ്ടും നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ കാര്യം മാത്രം സ്വകാര്യതയിലേക്ക് ഒതുങ്ങി എൻ്റെ കാര്യം മാത്രം നോക്കി അന്യന്റെ ദുരിതങ്ങളിലേക്ക് നോക്കാതെ നമുക്കൊരിക്കലും മുഅ്മിനായി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കാൻ വന്നത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിലെ 5ാമത്തെ ആരാധനയായ ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്രയിലുടനീളം അള്ളാഹു അവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകി സമാധാനത്തോടും ശാന്തതയോടും കൂടി ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു അവരെ തുണക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഹജ്ജ് ഉംറ വളരെ നിർബന്ധമായ ഒരു ആരാധനാ കർമ്മമാണ് എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അത് എല്ലാവർക്കും നിർബന്ധമാണ് എന്നാണ് പഠിപ്പിച്ചത്. വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും എല്ലാവരും പൂർണ്ണതയോടുകൂടി നിർവഹിക്കട്ടെ എന്നാണ് കൽപ്പന. പക്ഷെ സൂറത്തു ആലി ഇംറാനിൽ അള്ളാഹു ആ കൽപ്പനയിൽ ഒരു ഉപാധി കൂടി വെച്ചു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അതിൽ ശേഷിയുള്ളവർ പോകട്ടെ എന്ന് കൂടി അള്ളാഹു കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണുവാൻ കഴിയും. സാമ്പത്തികമായി, ശാരീരികമായി, സാഹചര്യപരമായി ഒരാൾക്ക് സൗകര്യമൊരുങ്ങിയാൽ അവന്റെ പേരിൽ നിർബന്ധമാണ് ഹജ്ജ് അല്ലെങ്കിൽ ഹജ്ജും ഉംറയും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, അത് എത്രയും പെട്ടെന്ന് നിർവഹിക്കണം എന്നതുകൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം എന്ന് പ്രിയമുള്ള സഹോദരങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഇത് വയസ്സാന്മാരായ ശേഷം അല്ലെങ്കിൽ വയസ്സായ ശേഷം വീട്ടിലെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ ശേഷം നിർവഹിക്കപ്പെടേണ്ട ഒരു കർമ്മമാണ് എന്ന് പൊതുവെ മുസ്ലിം ഉമ്മത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹജ്ജിന് പോകുന്നവരെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, പുതിയ തലമുറയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു വചനം ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാൻ കഴിയും. ഇന്നൽ അബ്ദ അസഹത്തു ലഹു ജിസ്മഹു. ഒരടിമ, അവന് നാം നല്ല ആരോഗ്യം നൽകി,
വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി, അവന് ധാരാളം വിഭവങ്ങളും നൽകി, സമ്പത്തും നൽകി, ആരോഗ്യവും നൽകി. എന്നിട്ട് തംലി അലൈഹി ഖംസത ആവാം, 5 വർഷം കടന്നുപോയി. 5 വർഷം കടന്നുപോയി. പക്ഷെ ലാ യഫിദ്ദു ഇലയ്യ, അവൻ എന്നിലേക്ക് ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ല, അഥവാ ഹജ്ജിന് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മഹ്റൂം, എല്ലാ അനുഗ്രഹങ്ങളും തടയപ്പെട്ടവനാണവൻ. അള്ളാഹു നൽകിയ സമ്പത്തും അള്ളാഹു നൽകിയ സൗഖ്യവും സമ്പന്നമായിരുന്നിട്ടും സർവാധിനാഥന്റെ വിളിക്കുത്തരം നൽകുന്നവരെ ഉത്തരം നൽകാതെ മാറി നിൽക്കുന്നവനെ അള്ളാഹു മാറ്റി നിർത്തും എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയണം. അതൊന്നു മാത്രമല്ല പ്രിയമുള്ളവരെ, മദീനയും മക്കയും തമ്മിൽ ഏതായാലും നാമും തമ്മിലുള്ള ദൂരത്തെക്കാളേറെ വ്യത്യാസം കുറവാണ്. പക്ഷെ എന്നിട്ട് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. തഅജ്ജലു ഇലൽ ഹജ്ജ് ഫഇന്ന അഹദുക്കും ലാ യദ്രി മാ യഅരിദു ലഹു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹജ്ജിന് പോവുക. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവുക. കാരണം ഫഇന്ന അഹദുക്കും, നിങ്ങളിൽ ആർക്കും അറിയുകയില്ല, മാ യഅരിദു ലഹു, എന്തെല്ലാം തടസ്സങ്ങളാണ് നാളെ വന്ന് പെടുക എന്നുള്ളത്, എന്തെല്ലാം പ്രതിസന്ധികളാണ് നാളെ വരിക എന്നത്, എന്തെല്ലാം പ്രയാസങ്ങളിലാണ് നാളെ അകപ്പെടുക എന്നത് ആർക്കും അറിയില്ല. മരണമാകുന്ന മഹാസത്യം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബാധ്യതയുള്ളവർക്ക് അത് ഏറ്റവും ആദ്യ സമയം നിർവഹിക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനം എന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാ നിർബന്ധ ബാധ്യതകളും കൃത്യമായി പാലിച്ചും നന്മകൾ നിറച്ചും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള നല്ലവരായ അള്ളാഹുവിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ഹറം, കഅബ എന്നൊക്കെ പറയുന്നത് ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ വലിയ സ്ഥാനമാണ് അതിനുള്ളത്. അള്ളാഹു സ്ഥാനം നിർണയിച്ചു കൊടുത്ത് ലോകത്ത് ആദ്യമായി പണിത ആരാധനാ കേന്ദ്രമാണ് കഅബ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 വിശുദ്ധ പ്രവാചകന്മാർ കെട്ടിപ്പൊക്കിയ ആരാധനാലയമാണ് കഅബ. ലോകത്തുള്ള സർവവിശ്വാസികളും 5 നേരവും അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ദിശയും കേന്ദ്രവുമാണ് കഅബ. നമ്മൾ രോഗം വന്ന് വീണാൽ, മരണാസന്നനായാൽ നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്ന കേന്ദ്രവുമാണ് കഅബ. മരണപ്പെട്ടു പോയാൽ 6 അടി മണ്ണിന്റെ അടിയിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കാൻ പാകത്തിൽ തിരിച്ചു വെക്കുന്നതും അതേ കഅബയിലേക്കാണെന്ന് നമ്മൾ ഓർക്കണം. മാത്രമല്ല മഹാനായ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ധീരവീര ചരിതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ ഭൂമിയാണ്, അനുഗ്രഹീത കേന്ദ്രമാണ് കഅബയും ഹറമും എന്ന് നമുക്കറിയാം. എന്ന് മാത്രവുമല്ല, ലോകത്ത് ഏതെങ്കിലും ഒരു പുണ്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പുണ്യകേന്ദ്രവുമാണ്. മറ്റു പള്ളികളെക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലമാണ് ഹറമിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ഏർപ്പെടുത്തിയത്. ഇത്ര വലിയ പുണ്യങ്ങളുടെ ഒരു കേന്ദ്രമായ ആ കഅബാലയം, പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊന്നു മാത്രമല്ല, ആ ഹറമും കഅബയും മക്കയും മദീനയും മുസ്ദലിഫയും അറഫയും സഫ മർവയുമൊക്കെ പ്രവാചക ചരിത്രത്തിന്റെ അതിമഹത്തായ ഓരോ ഏടുകളും സംഭവങ്ങളുമാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തിന് വില കൽപ്പിക്കുകയും ആദരണീയരായ പ്രവാചകരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ പ്രവാചകന്റെ പാഠങ്ങൾ പഠിക്കാനും പകർത്താനും ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ഉള്ളിൽ നിന്ന് സ്വയം അണപൊട്ടേണ്ട ഒരു ആഗ്രഹത്തിന്റെ കൂടി പേരാണ് ഹജ്ജും ഉംറയും എന്ന് എന്റെ സഹോദരങ്ങൾ അറിയണം. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അതിന്റെ ചരിത്രം പോലും അങ്ങനെയാണ്.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി കൽപ്പിക്കുക. യഅതൂക റിജാലൻ, ആളുകൾ ഇങ്ങോട്ട് വന്നുകൊള്ളും. വഅലാ കുല്ലി ളാമിരിൻ, എല്ലാ ഇടുങ്ങിയ വഴികളിലൂടെയും യഅതീന, അവർ വന്നുകൊള്ളും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, മെലിഞ്ഞ ഒട്ടകങ്ങൾക്ക് മുകളിലാണെങ്കിൽ പോലും അവരിങ്ങോട്ട് വന്നുകൊള്ളും. ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ പ്രവാചകന്റെ ഒരു ഹദീസ് കാണാൻ കഴിയും. പ്രവാചകന്റെ വചനത്തിൽ ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, 4000 സംവത്സരങ്ങൾക്കപ്പുറം കൃഷിശൂന്യമായ ജനശൂന്യമായ ജലശൂന്യമായ ഈ മണൽ പരപ്പിൽ ഹജ്ജിന് ക്ഷണിച്ചാൽ ആരാണ് എന്റെ കൽപ്പന കേൾക്കുക റബ്ബേ എന്ന് ചോദിക്കുന്നുണ്ട്. യാ റബ്ബി കൈഫ ഉബല്ലിഉ الناس വസൗതു ലാ യൻഫഉഹും, എന്റെ ശബ്ദം ആരിലേക്കും എത്താതെ റബ്ബേ ഇതെങ്ങനെയാണ് ഫലപ്രദമാവുക എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയുന്ന മറുപടി, നീ അത് കൽപ്പിക്കുക, വഅലൈനൽ ബലാഗ്, അത് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും അവസരം കൊടുക്കാൻ കഴിയാതെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ടാണ് ഓരോ രാജ്യവും അങ്ങോട്ട് പറഞ്ഞയക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ആ പ്രവചനം പുലർന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ആയത്ത് നമുക്ക് മുമ്പിൽ വെക്കുന്നത് എന്നെന്റെ സഹോദരങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഓർക്കണം. സാധാരണഗതിയിൽ ഹജ്ജിനും ഉംറക്കും പോയാൽ നിങ്ങളുടെ സമ്പത്ത് തീർന്ന് ദരിദ്രരാകുമെന്നല്ല, ദാരിദ്ര്യം മാറുമെന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ പഠിപ്പിച്ചു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്തു കൊള്ളുക, ഒന്നിനു ശേഷം ഒന്നായി ചെയ്തു കൊള്ളുക. ഫഇന്നഹുമാ യൻഫിയാനി ഇൽ ഫഖറ വദ്ദുനൂബ, തീർച്ചയായും നീ ദാരിദ്ര്യത്തെയും പാപത്തെയും അത് തുടച്ചു മാറ്റും. കമാ യൻഫിൽ ഖൽഖീറു അൽ ഖബ്സുൽ ഹദീദ്, ഇരുമ്പിന്റെ മുകളിലുള്ള ആ കറയെ, ഇരുമ്പിന്റെ മുകളിലുള്ള കറയെ ഒരു ഉലയിൽ നീക്കം ചെയ്യുന്നത് പോലെ, അഗ്നിയിൽ വെച്ച് ശുദ്ധീകരിക്കുമ്പോ അത് ശുദ്ധമാകുന്നത് പോലെ ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ പാപത്തെയും ഈ കർമ്മം ശുദ്ധമാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് മാത്രല്ല, ഹജ്ജും ഉംറയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത നൂറായിരം പാഠങ്ങളുടെ സമാഹാരമാണ്. അല്ലാഹു ഉപയോഗിച്ച പദം തന്നെ ലിയശ്ഹദു മനാഫിഅ ലഹും, അതിന്റെ പ്രയോജനങ്ങൾ അവർ അനുഭവിച്ചറിയാനെന്നാണ്. അതിന്റെ പ്രയോജനം ഓരോരുത്തരുടെയും മാനസികമായ വിശാലതയനുസരിച്ച്, ഓരോരുത്തരുടെയും വിജ്ഞാനമനുസരിച്ച്, ഓരോരുത്തരുടെയും ഇതുമായുള്ള കൂറനുസരിച്ച്, ഇതിനോടുള്ള താല്പര്യമനുസരിച്ച് ഓരോരുത്തർക്കും ലഭിക്കുന്ന പാഠങ്ങൾ അതിന്റെ അളവും തോതും വ്യത്യസ്തമാണ്. ലിയശ്ഹദു മനാഫിഅ ലഹും, അതിന്റെ പ്രയോജനങ്ങൾക്ക് അവർ സാക്ഷിയാകാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, പക്ഷേ മറ്റു പല ആരാധനകളെപ്പോലെ അനുഷ്ഠാനങ്ങളെപ്പോലെ നോമ്പും ഒരു ഹജ്ജും ഉംറയും ഒക്കെ ഒരു ചടങ്ങായി മാറുന്നുണ്ടോ എന്ന് നാം സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണ്. മറ്റ് ആരാധനകളെപ്പോലെ അനുഷ്ഠാനങ്ങളെപ്പോലെ ഹജ്ജും ഉംറയും ഒക്കെ കേവലം ഒരു ചടങ്ങായി പോകുന്നുണ്ടോ എന്ന ആത്മപരിശോധനകളും നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതാണ്, മറ്റൊരുത്തരെ നോക്കി നടത്തേണ്ടതല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റാരാധനകളെ പോലെ എന്ന് ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ്. റമദാനിൽ ഫജ്ർ നമസ്കാരത്തിന് 4-5 സഫുകൾ കൊണ്ട് പള്ളി നിറഞ്ഞെടുത്ത് ഒരു സഫ് പോലും തികയാൻ ആളില്ലാതെ വരുമ്പോ അള്ളാഹു റമദാനിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ച തഖ്വ നമ്മൾ ആർജിച്ചിട്ടില്ല എന്നല്ലാതെ വേറെന്തർത്ഥമാണ് അതിനുള്ളത്? 5 നേരവും നമസ്കരിച്ച ശേഷവും മറ്റുള്ളവനോടുള്ള വിദ്വേഷവും വെറുപ്പും ഉള്ളിൽ കൊണ്ട് നടക്കാനും അത് പറയാനും മടിയില്ലാത്ത വിധം നമ്മൾ താഴ്ന്നു പോകുന്നുവെങ്കിൽ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ,
നമസ്കാരം നിങ്ങളെ മ്ലേച്ഛവൃത്തികളിൽ നിന്ന്, മ്ലേച്ഛമായ സംസ്കാരത്തിൽ നിന്ന് തടയുമെന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ നമസ്കാരക്കാർ നമ്മളല്ല എന്നല്ലാതെ വേറെന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക? അതുപോലെ തന്നെയാണ് ഹജ്ജിന്റെയും വിഷയത്തിൽ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത് ശിർക്കിന്റെ കൊടികുത്തി മേളിയ ഒരു മേഖലയിൽ, കൊടികുത്തി നാട്ടിയ ഒരു പ്രദേശത്ത്, അതിന്റെ അനുബന്ധമായി സർവമാന തിന്മകളും നടമാടിയ ഒരു പ്രദേശത്ത് പൊരുതി നേടിയ, അതിനുവേണ്ടി അഗ്നികുണ്ഡങ്ങൾ താണ്ടിയ ഒരു പ്രവാചക ചരിത്രത്തെ അനുസ്മരിച്ചൊരു ഹജ്ജ് നിർവഹിച്ച ശേഷം സ്വന്തം നാട്ടിൽ വന്നാൽ ആ ഒരു തിന്മകൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഹജ്ജിൽ നിന്ന് നമ്മൾ എന്താണ് നേടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ അടിത്തറ പറ്റിയ, അടിത്തറയുള്ള അറേബ്യൻ ജാഹിലിയത്തിന്റെ അടിത്തറ ഇളക്കിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകന്റെ ചരിത്രങ്ങളാണ് സഫക്കും മർവക്കും അറഫക്കും മുസ്തലിഫക്കും മക്കക്കും മദീനക്കും കഅബക്കും പറയാനുള്ളതെന്ന് പഠിച്ചും മനസ്സിലാക്കിയും പോകുന്നവരും വരുന്നവരും. പക്ഷേ വന്ന ശേഷം സ്വന്തം നാട്ടിന്റെ സാമൂഹികമായ തിന്മകളോട് അതിലെന്തെങ്കിലും ഒരു പരിവർത്തനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യർ യഥാർത്ഥത്തിൽ ഈ കർമ്മങ്ങളിലൂടെ യഥാർത്ഥത്തിൽ എന്ത് നേടുന്നു എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. പ്രിയമുള്ള ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തുപോകുന്നത് മർഹൂം മൗലാന മൗദൂദി സാഹിബ്, അദ്ദേഹത്തിന്റെ കുത്തുബാത്ത് എന്ന് പറയുന്നത്, അദ്ദേഹം നടത്തിയ കുത്തുബകളുടെ സമാഹാരമാണ്. കുത്തുബാത്ത് എന്ന പുസ്തകം വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഘടികാരം പോലെയാണ്, ഒരു ക്ലോക്ക് പോലെയാണ്. അത് ഒരു ക്ലോക്ക് കൃത്യമായി സമയം കാണിക്കണമെങ്കിൽ അതിലെ യന്ത്രശകലങ്ങളൊക്കെ കൃത്യമായ സ്ഥലത്തിൽ ഘടിപ്പിക്കപ്പെടുകയും അത് കൃത്യമായി പ്രവർത്തന സജ്ജമാവുകയും ചെയ്ത ശേഷം അതിന്റെ ചാവി മുറുക്കുമ്പോഴാണ് ആ ഘടികാരം ചലിക്കുക. ഈ ചാവി കൊടുക്കലിന്റെ സ്ഥാനത്താണ് ആരാധനകൾ ഉള്ളത്. ഈ ആരാധനകൾ ലഭിക്കുന്നതോടുകൂടി മുഴുവൻ ജീവിതത്തിലും ഒരു ക്ലോക്ക് അതിന്റെ സമയം കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിരന്തരമായി മുഴുകുന്നത് പോലെ വിശ്വാസിയുടെ ജീവിതം നന്മകളിൽ മുഴുകും. പക്ഷേ അദ്ദേഹം ഓർത്തു, ഇന്നത്തെ അവസ്ഥ ഘടികാരത്തിന്റെ ഉള്ളിൽ മുഴുവൻ യന്ത്രശകലങ്ങളുമുണ്ട്, പക്ഷെ ഒന്നും ഘടിപ്പിക്കാതെ എല്ലാം കൂടി ഒരു ഘടികാരത്തിന്റെ പാക്കറ്റിനുള്ളിൽ അടച്ചു വെച്ചത് കൊണ്ട് അതൊരിക്കലും അതിലെത്ര നിങ്ങൾ ചാവി മുറുക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് അതിന്റെ ഉദാഹരണം. ഇസ്ലാമികമായ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഓരോ കാലഘട്ടത്തിലും വിശ്വാസികൾ നിർവഹിക്കേണ്ട ചുമതലകളും ബാധ്യതകളും നിർവഹിക്കുന്ന ഒരു ഘടനയും സിസ്റ്റത്തിലും സഞ്ചരിക്കുന്ന ഒരു സാമൂഹിക ഘടനയിൽ ജീവിക്കുമ്പോഴാണ് ആരാധനകൾ പോലും അതിന്റെ ശരിയായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജും ഉംറയും ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തത് സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നതാണ്. അതുപോലെ തന്നെ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ തിരിച്ചു വരുമെന്നാണ്. ഈ പത്ത് ശുദ്ധമായി തിരിച്ചു വരുമെന്നാണ്. ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുമ്പോഴും യഥാർത്ഥത്തിൽ മഹാപ്രവാചകന്മാർ ഇബ്രാഹിം നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ഹാജറ റളിയല്ലാഹു അൻഹയും കൂടി ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, വിശ്വാസത്തിന്റെ മാർഗത്തിൽ മണലാരണ്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തനിച്ചാകി പോകുമ്പോഴും അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് വിശ്വാസമാർഗത്തിന് പിന്തുണ നൽകിയ, വിശ്വാസമാർഗത്തിൽ ചലിക്കുന്ന തന്റെ ഇണക്ക് പിന്തുണ നൽകിയ ഹാജറ റളിയല്ലാഹു അൻഹയുടെ തവക്കുലും ആ വിശ്വാസവുമൊക്കെ അവരെ അനുകരിച്ചുകൊണ്ട് സഫാ മർവക്കിടയിൽ ഓടുകയും ഹിജറ ഇസ്മായിൽ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു വന്നവർ. പക്ഷേ ജീവിതത്തിൽ അതിനുശേഷം തിരിച്ചെത്തിയ ശേഷം ആ അർത്ഥത്തിൽ ഈ വിശ്വാസ മാർഗത്തിന് എന്തെങ്കിലും സഹായമായി വർത്തിക്കണം എന്ന് ചിന്തിക്കുന്നില്ല എങ്കിൽ അവിടെയൊക്കെയാണ് നമ്മൾ വീണ്ടും പുനഃപരിശോധന നടത്തേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തു തന്നെയാണെങ്കിലും നമ്മുടെയൊക്കെ ആരാധനകളെ, നമ്മുടെയൊക്കെ അനുഷ്ഠാനങ്ങളെ ഏറ്റവും ഭംഗിയാക്കുകയും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്താൽ അതിന്റെ മുഴുവൻ നന്മയും നമുക്കുള്ളതാണ്, അതിന്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് തന്നെയാണ്. പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള ഹജ്ജാക്കി, അത്തരത്തിൽ ഏറ്റവും പ്രയോജനകരമായ ഹജ്ജും ഉംറയുമാക്കി നമ്മിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഹാജിമാരുടെയും
അത് ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയ വിശ്വാസിനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികൾ പാലിച്ചും വിലക്കുകളോട് അകലം പാലിച്ചും മുത്തഖീങ്ങളായി മാറാൻ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് പ്രിയപ്പെട്ടത് മാത്രം അനുഷ്ഠിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ രാവിലെ പത്രത്തിൽ ഞാനും നിങ്ങളും വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് IT പാർക്കുകളിലും മദ്യം വിളമ്പാനുള്ള നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാമൂഹിക തിന്മയെ ഇത്രമേൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അതിനെ പിന്തുണക്കുന്നവർ തുലോം കുറവായിരുന്നിട്ട് പോലും അതിനെയൊന്നും ഒരു നിലക്കും മാനിക്കാതെ ഒരു നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തയിൽ കാണുന്നത്. കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുമ്പോഴും കുടിയന്മാരുടെ വെള്ളത്തിന് ഒരു പ്രയാസവും വരാതിരിക്കാൻ കാണിക്കുന്ന ഈ ജാഗ്രത പക്ഷേ ഒരു നാടിനെ നശിപ്പിക്കുമെന്നത് നമുക്കറിയാം. എന്ന് മാത്രമല്ല, പ്രകടന പത്രികയിൽ ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം കുറക്കുമെന്ന് എഴുതി വച്ച ശേഷമാണ് ഇത്ര വലിയ ആഭാസം നടക്കുന്നത് എന്നെൻ്റെ സഹോദരങ്ങൾ അറിയണം. നമ്മളിത് വിഷമത്തോടുകൂടി പറയുന്നത് നമ്മുടെയും മക്കൾ, ഓരോരുത്തരുടെയും മക്കൾ അവർക്ക് വിലപ്പെട്ടതാണ്. IT മേഖലയിലും അനുബന്ധ മേഖലകളിലുമൊക്കെ വിവിധങ്ങളായ തൊഴിലുകളുമായി തേടി പോകുന്ന മക്കളെ ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, കുടിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ ഒരു സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന, അത്തരമൊരു സംസ്കാരത്തിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു മാനസികാവസ്ഥയിൽ രക്ഷിതാക്കളെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു പുതിയ ഒരു നീക്കത്തെ ശക്തമായി എതിർക്കാനും വിമർശിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ ഒന്നാമത്തെ കൂറ് പടച്ചതമ്പുരാനോടാണ്. അള്ളാഹു തിന്മയുടെ മാതാവ് എന്ന് പഠിപ്പിച്ച ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായി പഠിപ്പിച്ചൊരു മഹാ തിന്മയെ ഒരർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ ന്യായീകരിക്കാൻ വിശ്വാസത്തിന്റെ കണമുള്ളിലുള്ളവർക്ക് സാധ്യമല്ല. ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ നിങ്ങളതിനെ കൈകൊണ്ട് തടയണം. നിങ്ങൾക്കത് സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് എതിർക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. ഈമാൻ, ഈമാനിന്റെ അവസാനത്തെ കണികയാണത്. ആ പ്രതിഷേധമെങ്കിലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പടച്ചതമ്പുരാൻ നമ്മുടെ തലമുറയെ ധാർമ്മിക ബോധമുള്ള നല്ല ഒരു സമൂഹമാക്കി മാറ്റുമാറാകട്ടെ. എല്ലാ സാമൂഹിക തിന്മകളിൽ നിന്ന്, മദ്യം മാത്രമല്ല, മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള എല്ലാ കെണികളും, ബലവിരിച്ച കലാലയങ്ങൾ, എല്ലാം ബലവിരിച്ച തെരുവുകൾ, പട്ടണങ്ങൾ നമുക്ക് ചുറ്റും അതാണുള്ളത്. ഓരോ രക്ഷിതാവും ആശങ്കയിലാണ്. കുട്ടി വരാൻ അല്പം വൈകിയാൽ, ഒന്നിലേറെ ദിവസം വൈകിയാൽ എന്തോ അപായത്തിൽപ്പെട്ടോ എന്ന് പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. പടച്ചതമ്പുരാൻ നമ്മുടെ സമൂഹത്തെയും തലമുറകളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും എല്ലാ സാമൂഹിക തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പടച്ചതമ്പുരാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒന്ന്, നമുക്കറിയാം SSLC +2 പരീക്ഷകൾ കഴിഞ്ഞ ഒരു സന്ദർഭമാണ്. നമ്മുടെ ഇഷാഅത്ത് മഹലിൻ്റെ കീഴിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും സമ്മാനം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ മഹലിലെ അംഗങ്ങളായി ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളുടെ മാർക്ക് ലിസ്റ്റ്, SSLCയുടെയോ +2വിൻ്റെയോ മാർക്ക് ലിസ്റ്റ് മഹല്ല് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു സന്ദർഭത്തിൽ അവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒന്ന്, നമുക്കറിയാം, നമ്മുടെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ്. പരമാവധി സാധിക്കുന്ന സഹോദരങ്ങളൊക്കെ അതിൻ്റെ ഷെയർ എടുക്കണം. മുഴുവൻ സാധിക്കുന്നവർ അത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം
നിങ്ങളൊരാൾക്ക് ഇങ്ങനെ ഈ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കാൻ ശേഷിയുണ്ടായിട്ടും അത് നിർവഹിക്കുന്നില്ലെങ്കിൽ ഫലാ തഖ്റബു മുസല്ലാന, അവര് പെരുന്നാൾ നമസ്കരിക്കാൻ നമ്മുടെ മുസല്ലയിലേക്ക്, പള്ളിയിലേക്ക് വരണ്ട എന്നാണ്. വരണ്ട എന്ന കർമ്മശാസ്ത്ര നിയമമല്ല, അതിൻ്റെ താല്പര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ബലിയൊറുക്കാൻ സന്നദ്ധമായ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് സന്നദ്ധമായ ഒരു സന്ദർഭം. നമുക്കതിൻ്റെ ചരിത്രങ്ങളോ വിശദാംശങ്ങളോ ആവശ്യമില്ല. ആ സന്നദ്ധതയാണ് അള്ളാഹു നോക്കിയത് എന്ന ആ സംഭവത്തിൽ നമുക്കറിയാം. അതിനു വേണ്ടി തീരുമാനിച്ചവർ ദുൽഹജ്ജ് 1 മുതൽ ഈ ഉദ്ഹിയ്യത്ത് നടക്കുന്നത് വരെ അവരുടെ മുടികളും നഖങ്ങളും ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ ഒരു സുന്നത്തുണ്ട്. ആ സുന്നത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകന്റെ അറുക്കാനുള്ള ഒരു കൽപ്പന കെട്ടിയ പിതാവ്, ആ പിതാവിന് മുടി മുറിക്കാനോ നഖം മുറിക്കാനോ ഒരിക്കലും തോന്നുകയില്ല. ഒരു പ്രത്യേകമായ മാനസിക വിഷമം എന്തുകൊണ്ടും അദ്ദേഹത്തിനുണ്ടാകും. അതിനെ കൂടി അനുകരിച്ചു കൊണ്ടാണ് എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹത്തായ കർമ്മത്തിൽ ഇത്രയേറെ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു കർമ്മമാണ്. അതിൽ നമ്മൾ പങ്കാളികളാവുക. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അത്തരം സംരംഭങ്ങൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പണിയെടുക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. പടച്ചതമ്പുരാൻ അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരികയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു രോഗശമനവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള വൃദ്ധന്മാർക്ക് അള്ളാഹു ആരോഗ്യവും സൗഖ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർക്ക്, മക്കൾക്ക് അള്ളാഹു മാനസിക വിശാലതയും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. لا تشوي خلقنا بالنار إنها بئس الدار وبئس المثوى وبئس القرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى